ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. നമ്മുടെ വരുണാണെങ്കിൽ ജോലി കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് ഇതുവരെയും വരാതിരുന്ന MD അങ്ങോട്ട് വന്നിരിക്കുന്നത്. വരുണിനെ MDയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുത്തെ സ്റ്റാഫ് വരുണിനെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുക. MD അപ്പോൾ ചേറയിൽ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് മേഡം ദാണ്ട് ഇതാണ് വരുൺ എന്നിങ്ങനെ പറയുകയും അവൾ ആ ചെയർ തിരിഞ്ഞ് നോക്കിയ ഒരു നോട്ടം എങ്ങോട്ട്, നമ്മുടെ വരുണിൻ്റെ മുഖത്തോട്ട്. വരുണിനെ കണ്ടതും സോന അറിയാതെ അവിടെ കവിളത്തൊന്ന് കൈ തൊട്ടുപോയി. ആ അടിയുടെ ചൂട് അവിടെ തന്നെ ഉണ്ട്. യു എന്നും പറഞ്ഞ് സോന ആ ചേരേന്ന് ചാടി അങ്ങ് എഴുന്നേറ്റു. നമ്മുടെ വരുണും ആ സോനയെ കണ്ടങ്ങ് ഞെട്ടിപ്പോയി. കുറച്ച് മുമ്പ് ഇവളെയാണല്ലോ താൻ കൈനീട്ടി അടിച്ചതും അവിടെ കൂട്ടുകാരന്മാർക്കൊക്കെ നല്ല പണിഷ്മെന്റ് കൊടുത്തതും. എൻ്റെ ദൈവമേ, ഇവളായിരുന്നോ MD? ഇനി എന്ത് പുലിവാലാണോ ഇവിടെ നടക്കാൻ പോകുന്നത്? വളരെ ആഗ്രഹിച്ചു വന്ന ജോലി, എന്തായാലും ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് നമ്മുടെ വരുൺ. ഇപ്പം തന്നെ ഇവനെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തോണം എന്നും പറഞ്ഞ് സോന ചാടുവാണ് സ്റ്റാഫിനോട്. അയ്യോ മേഡം, അത് സിയുടെ പ്രത്യേക താല്പര്യത്തിലെടുത്തതാണ്. അപ്പോൾ CA പറയാതെ എങ്ങനെയാ എന്ന് സ്റ്റാഫ് ചോദിക്കുന്നു. അത് ഞാൻ പറഞ്ഞാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് സോന സിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ കുറേ നേരം വാക്കുവാദം നടന്ന് അവസാനം സോന തല താഴ്ത്തി വന്നിട്ട് വരുണിനോട് പറയുവാണ്, നീ ഇവിടെ തന്നെ വേണം എൻ്റെ അണ്ടറിൽ, എന്നാലേ നിന്റെ ജീവിതകാലം മുഴുവൻ അതിനുള്ള പണിഷ്മെന്റ് എനിക്ക് തരാൻ പറ്റൂ എന്നൊക്കെ അഹങ്കാരത്തോടെ ആ സോന വരുണിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. കാർത്തികയെ മറ്റു സ്റ്റാഫും ചോദിക്കും, വരുൺ സാർ എന്താ ഉണ്ടായത്? അപ്പോൾ വരുൺ പറയുന്നുണ്ട്, റോഡിൽ ഒരു കൊച്ചിനെ വണ്ടി ഇടിച്ചിട്ട് ഈ സോനയും അവിടെ കൂട്ടുകാരും കൂടെ അതിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് പോകാൻ നോക്കി. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാൽ ഞാൻ ഇടപെട്ടു പോകും, അതെൻ്റെ ഒരു ക്യാരക്ടറാണ്, അതാണ് ഇവിടെ നടന്നത് എന്നിങ്ങനെ വരുൺ പറയുക. അപ്പം കാർത്തിക പറയാം, എന്തായാലും സോനമ്മയുടെ ഇതുവരെ ആരുടെയും മുന്നിൽ തലകുനിച്ചിട്ടില്ല, ഇതാദ്യമായിട്ടാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ വരുണിനൊരു ആശ്വാസം. അപ്പോൾ ഇവൾ ആദ്യമായിട്ട് എൻ്റെ മുന്നിലാണല്ലോ തല കുനിച്ചത്, അപ്പോൾ ഇനിയും തല കുനിപ്പിക്കാം എന്നൊരു പ്ലാൻ നമ്മുടെ വരുണിൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. ഈ സമയത്ത് ആറ്റുവാശ്ശേരി രാധികയും യശോദാമ്മയും അവിടെ പാചകത്തിൽ സഹായിക്കുന്ന കുറേ പെണ്ണുങ്ങളും എല്ലാവരോടും ഇങ്ങനെ വാതുക്കെ നിൽക്കുവാണ്. അപ്പോഴങ്ങോട്ട് ആറ്റുവാശ്ശേരി സദ്യയുടെ വിഷം കലർന്നു എന്ന് വീഡിയോ ഇട്ട് ആ ചെറുക്കൻ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മയെ അങ്ങോട്ട് നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ലേ ആ വീഡിയോ ഇട്ട ചെറുക്കൻ്റെ കാര്യം, ആ ചെറുക്കനാ വരുന്നത്. എന്താ രാധിക, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പൊയ്ക്കളയുമെന്ന് വിചാരിച്ചോ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഉറപ്പായിട്ടൊരാൾ കാര്യം പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവും. ആ കൊച്ചനങ്ങനെ എല്ലാവരോടും സോറിയൊക്കെ പറയുന്നു. ഞങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ ഒരു ഓട്ടപ്രദക്ഷിണമാണ്. ദിവസേന പുതിയ പുതിയ കണ്ടന്റുകൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ പിന്നീട് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തിരുത്താൻ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. പക്ഷെ ഇത് നമുക്കങ്ങ് തിരുത്തിക്കളയാം. രാധികയെ, അപ്പോഴെങ്ങനെയാണ് ആറ്റുവാശ്ശേരി സദ്യയുടെ ആരംഭം? ആരൊക്കെയാണ് അതിൻ്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ബൈറ്റ്സും നിങ്ങൾ പാചകം ചെയ്യുന്ന ഏരിയയും അതൊക്കെ അങ്ങ് എടുത്തേക്കാം. എന്താ രാധിക, ഓക്കെയാണോ? അങ്ങനെ യൂട്യൂബർ അവൻ വന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഫോട്ടോ എടുക്കുന്നു, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ പാചകം ചെയ്യുന്ന ഏരിയയും ആ പാത്രങ്ങളെയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം അവൻ പറയുന്നു, രാധിക ഞാൻ ഈ വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. ആ വീഡിയോ കണ്ടിട്ട് രാധിക എന്നെ ഒന്ന് വിളിക്കണം. ആ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായോ എന്നും രാധിക എന്നോട് പറയണം. ഞങ്ങൾ സങ്കടം പറഞ്ഞാൽ ക്ഷമിക്കണം, ഞങ്ങൾക്ക് ആരോടും അധികം സങ്കടം പറയാൻ ആളില്ല എന്നൊക്കെ രാധികയും പറയുന്നു. ആറ്റുവാശ്ശേരി സദ്യ രണ്ടാമത് തുടങ്ങാനായിട്ട് നിങ്ങൾ തയ്യാറായിക്കോളൂ എന്നുള്ളൊരു നല്ല ഉറപ്പ് അത് യൂട്യൂബർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് യൂട്യൂബർ അങ്ങ് പോയി. ദൈവമേ, പാവം കൊച്ചൻ, ഇവൻ ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. ആ സാറയും ആ ചന്ദ്രശേഖരനും അവർക്ക് ചുക്കാൻ പിടിക്കുന്ന ആ പോലീസ് ഏമാനും ഒക്കെ വെറുതെ വിടുവോ ഈ കൊച്ചനെ? ഈ സമയം സോന വീട്ടിലോട്ട് വരുവാണ് കാറില. അലറിപ്പാഞ്ഞ് തിരമാലകൾ വരുന്ന പോലെ താണ്ട അവൾ അലറിയടിച്ച് വീട്ടിനകത്തോട്ട് കയറി പോവുക. ഞാൻ കരുതിയത് ഈ മനസ്സിൽ എന്നേക്കാൾ വലുത് മറ്റൊന്നും ഇല്ലെന്നാ, പക്ഷെ അത് തെറ്റാണെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ഇന്നലെ ഓഫീസിൽ വന്ന് കയറിയ ഒരുത്തൻ എന്നേക്കാളും മിടുക്കൻ, സിഒയ്ക്ക് പ്രിയപ്പെട്ടവൻ, അവൻ എന്നെ തല്ലിയവനാണെന്ന് പറഞ്ഞിട്ട് പോലും അവനോട് ഞാൻ ക്ഷമിക്കണം, അവന് ഞാൻ ജോലി കൊടുക്കണം അല്ലേ? അവളുടെ അമ്മയോടാണ് പറയുന്നത്. അവളുടെ അമ്മയാരാണ്? ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. സാറ അല്ല, ഇത് സാറയുടെ ചേച്ചിയാണ്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആരാണവൻ? സിഒയ്ക്കും അവനും തമ്മിലുള്ള ബന്ധം എന്താണ്? പറയാനല്ലേ പറഞ്ഞ് അലറുവാണവൾ. ഒരു ചെറിയ ചിരിയോടെ തന്റെ സാറയുടെ ചേച്ചി എഴുന്നേറ്റ് നിൽക്കുന്നു. എൻ്റെ മോൾക്ക് എന്താണ് അറിയേണ്ടത്? എന്താണ് വരുണിന്റെ പ്രത്യേകതയെന്നോ? മോളിങ്ങോട്ട് നോക്കിക്കേ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ മോളുടെ മുഖത്തടിച്ചിട്ട് പോലും അവനോട് ഞാൻ ക്ഷമിക്കുന്നത് എന്തിനാണ്? അതെ, അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അപ്പോഴാണ് നമ്മുടെ കമ്പനിയിൽ അവന് അപ്പോയിൻമെന്റ്. ഈ വരുൺ ആരാണെന്ന് എൻ്റെ മോക്ക് ശരിക്കും അറിയാവോ? കണിമംഗലം ചന്ദ്രശേഖരനെ മോക്കറിയാം,
കണിമംഗലം ചന്ദ്രശേഖരന്റെ ചേട്ടൻ പരമേശ്വരന്റെ മകനാണ് ഈ വരുൺ. ഇവനും ഇവന്റെ ഭാര്യ രാധികയും ചേർന്നാണ് നിന്റെ ചേച്ചിക്ക് ജയിൽവാസം സമ്മാനിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് തെറ്റിപ്പോയി. ഇത് സാറയുടെ ചേച്ചിയല്ല, ഈ സോനയുടെ ചേച്ചിയാണ് സാറ. എന്നിട്ടാണോ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സീറ്റില് നമ്മുടെ കമ്പനിയിൽ അവനെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ റോഡിൽ വെച്ച് അവനെ കണ്ട കാഴ്ചയിൽ തന്നെ അവന്റെ തലയിലോട്ട് ഞാൻ വണ്ടി ഇടിച്ച് കയറ്റിയനെ. കറക്റ്റ്, നീ ആ സാറയുടെ അനുജത്തി തന്നെ. നിനക്കറിയില്ലേ മോളെ, ഒരാളെ ഒറ്റയടിക്ക് കൊല്ലുന്ന കാര്യത്തിൽ നിന്റെ ചേച്ചിക്ക് വിശ്വാസമില്ലെന്ന്. നല്ല ഒന്നൊന്നര ഫാമിലി ഇങ്ങനെ തന്നെ വേണം. തട്ടിക്കളിച്ച് രസിപ്പിച്ച് കൊല്ലണം. അപ്പോഴാണ് മരണത്തിന്റെ പെയിൻ എന്താണെന്ന് അവർ ശരിക്കും അറിയൂ. സത്യത്തിൽ ആ വരുൺ നമ്മുടെ കമ്പനിയിൽ ജോലിക്കൊന്നും അപ്ലൈ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അവനെ നമ്മുടെ കാൽ ചുവട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് നേരിട്ട് അവനെ ഇന്റർവ്യൂവിന് വിളിപ്പിച്ചത്. ഇപ്പോഴാണ് റൂട്ട് മനസ്സിലായത്. ആ കാർത്തിക വരുണിനെ നോക്കിയ ഒരു നോട്ടം, ആ നോട്ടത്തിൽ അപ്പോഴേ ഒരു വശപ്പെസക ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നാലും വരുണെ, നിനക്ക് അല്പം പോലും ബുദ്ധിയില്ലേ? നീ ആപ്ലിക്കേഷൻ അയക്കാത്ത ഒരു സ്ഥാപനത്തിൽ നിന്നും നിന്നെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ നീ ഒന്നുകൂടൊന്ന് ആലോചിക്കണ്ടേ? ആ മണ്ടിപ്പെണ്ണ് രാധിക പറയുന്നത് കേട്ടുണ്ട് എടുത്തുചാടി പോണോ? എടുത്തുചാടിയതിൻ്റെ ഫലമല്ലേ ഇന്ന് കണിമംഗലം വിട്ട് നീ ഒരു രാജകുമാരനായി ജീവിച്ചവൻ പിച്ചക്കാരനായി മാറിയത്? അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധി വേണ്ടേ വരുണേ? മോളെ, അവനൊരു പക്ഷേ കരുതുന്നുണ്ടാവും അവൻ ഇന്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തെന്ന്. അതുകൊണ്ടാണ് അവനെ സെലക്ട് ചെയ്തെന്ന്. നോ, ഓൾറെഡി അവൻ സെലക്ട് ആയിരുന്നു. അവനല്ലാതെ വേറെ ആളും ആ ഒരു കസേരയെ സ്യൂട്ടാകില്ലെന്ന് ഈ CEO സാർ തീരുമാനിച്ചത്. ഇപ്പോൾ മനസ്സിലായോ? പിന്നെ അതിനൊരു മാറ്റവും വരില്ല. അപ്പോൾ എനിക്ക് സംഭവിച്ച നാണക്കേടോ? എൻ്റെ മോളെ, അതിനല്ലേ ഞാൻ നിന്റെ കസേരയ്ക്ക് താഴെ അവനെ ഇരുത്തിയിരിക്കുന്നത്. നിനക്കവനെ ചവിട്ടുകയോ തൊഴിക്കുകയോ കാറിത്തുപ്പുകയോ ഒക്കെ ചെയ്യാം. ഒരു കാര്യം മാത്രം മോൾ ഓർമ്മിച്ചാൽ മതി. കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലിരുന്ന ആളിനെയാണ് നിന്റെ ചേച്ചി നിന്റെ കാൽ ചുവട്ടിലെ സീറ്റിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവളുമാർ 3 പേരും ചേട്ടത്തിയനിയത്തിമാരാ. എന്നിട്ടും നിനക്ക് പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മുന്നിൽ പിന്നെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അയ്യോ ചേച്ചി, അവനെ നമുക്ക് വേണം മോളെ. എന്തിനാണെന്നറിയാവോ? ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ. സാറയും സോനയും ചേർന്ന് ഒരുത്തനെ കൊല്ലാൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ ദൈവം പോലും അവനെ രക്ഷിക്കില്ലല്ലോ മോളെ. അത്രയ്ക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് വേണോ തരികിടകളെ? ചേച്ചിയെന്നാണ് നീ എന്നെ വിളിക്കുന്നതെങ്കിലും അമ്മയായിട്ടല്ലേ നീ എന്നെ കാണുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞൊന്ന് പകച്ചു പോയാൽ അതിനുള്ള പരിഹാരം ഈ ചേച്ചി ചെയ്യണ്ടേ? വരുണേ, നിനക്ക് അവിടിട്ട് തട്ടിക്കളിക്കാനുള്ള ഒരു കളിപ്പാട്ടമാണ്. നിനക്ക് മതിയായി എന്ന് തോന്നുമ്പോൾ അവിടിട്ട് തല്ലി തകർക്കാനുള്ള നിന്റെ ഒരു കളിപ്പാട്ടം. ആ തലതിരിഞ്ഞവൾ അതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഓക്കെ ചേച്ചി, ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇനി അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷെ നീ നോക്കിക്കോ സോനെ, നിന്റെ കാര്യം എങ്ങനെയാകുമെന്ന്. എൻ്റെ ഈശ്വര, ഇതെല്ലാം എങ്ങനെയോ ഒരു ഫാമിലിയിൽ പിറക്കുന്നു. ഒരെണ്ണത്തിന് പോലും നല്ല ബുദ്ധിയില്ലേ? ഒരെണ്ണത്തിന് പോലും നല്ല ചിന്താഗതികളില്ലേ? ഇങ്ങനെയും മനുഷ്യപ്പിറവികളോ? ജോലിക്ക് പോയ വരുണിനെയും പ്രതീക്ഷിച്ച് നമ്മുടെ രാധിക ഇങ്ങനെ പുറത്ത് നിൽക്കുവാണ്. ദാണ്ട വരുൺ അങ്ങോട്ട് വരുന്നുണ്ട്. താനെന്തിനാ പുറത്തു വന്ന് നിൽക്കുന്നേ? അല്ല, ആദ്യത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? ആദ്യത്തെ ദിവസം സംഭവം ബഹുലമായിരുന്നു. അയ്യോ, അതെന്താ വരുണേ? എന്നാലേ തുടക്കം മുതലങ്ങ് കേട്ടോ. അങ്ങനെ വരുൺ അന്ന് ഇന്റർവ്യൂവിന് പോയ ദിവസം ഉണ്ടായ സംഭവം മുതൽ ഇന്ന് നടന്നത് വരെ വരുൺ ഇങ്ങനെ പറയുവാണ്. ആഹാ, കൊള്ളാമല്ലോ വരുണേ, 2 ദിവസം കൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചോ? അതാണ് രാധിക ഞാനും ആലോചിക്കുന്നത്. കഷ്ടകാലം നേരത്തെ വരും. ദുരന്തങ്ങൾ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുവാ നമ്മളെ അന്വേഷിച്ച്. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതിൻ്റെ പേരിൽ വേറെന്തെങ്കിലും തീരുമാനം എടുത്തോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇതിൻ്റെ പേരിൽ ഇങ്ങനെ അവരോടൊപ്പം ജോലി ചെയ്യാൻ വയ്യെന്നോ മറ്റോ? എന്തായാലും അങ്ങനത്തെ ശബ്ദങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് വരുണേ വേണ്ടത്. കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്വസ്ഥതയാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് വരെ ഞാൻ നിൽക്കും. പിന്നെ എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിക്ക് വന്നാൽ. വരുൺ അത്രയും പറഞ്ഞപ്പോൾ പെട്ടെന്ന് രാധിക പറഞ്ഞു, ഒറ്റ നിമിഷം പോലും പിന്നെ അവിടെ നിന്നേക്കരുത്, പെട്ടെന്ന് ഇങ്ങ് പോന്നേക്കണം. പിന്നെ വരുണേ, നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യയുടെ കാര്യത്തിൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്താടോ രാധിക? വരുണിനെ അറിയില്ലേ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷകറക്കുക എന്നൊക്കെ പറയുന്നത്? അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഈ യൂട്യൂബർമാരാണല്ലോ നമുക്ക് ജീവിക്കാൻ അർഹതയുണ്ടോ, നമ്മൾ നല്ലതാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നല്ലേ ആറ്റുവാശ്ശേരി സദ്യ പൂട്ടിക്കെട്ടി നമ്മുടെ കയ്യിലോട്ട് വെച്ച് തന്നത്. അവരെ കൊണ്ട് തന്നെ അത് മാറ്റിപ്പറയിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം. വരുൺ ഇങ്ങോട്ട് വാ, എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് പറയാം എന്നും പറഞ്ഞ് രാധിക വരുണിനെയും വിളിച്ചോണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. ചന്ദ്രശേഖരൻ തൻ്റെ സാറെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. സാറ് തൻ്റെ കാറിൽ വന്നങ്ങോട്ട് ഇറങ്ങിയിട്ട്, എന്ത് പറ്റി ചന്ദ്രു, എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്?
എനിത്തിങ് സീരിയസ്? താണ്ട ചന്ദ്രശേഖരൻ മൊബൈൽ ഓൺ ചെയ്ത് സാറയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു. ആറ്റുവാശ്ശേരി സദ്യയുടെ ഷൂട്ടിംഗ് ചെയ്ത യൂട്യൂബറിനെയാണ് കാണിക്കുന്നത്. വളരെ വേദനയോടെയാണ് ഞാനിത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ ഞാൻ ചെയ്തിരുന്ന വീഡിയോയുടെ ഒരു പശ്ചാത്താപ കുറിപ്പാണെന്നുകൂടി ഞാൻ പറയാം എന്നൊക്കെ ആ കൊച്ചൻ പറയുന്നുണ്ട്. വളരെ പാവപ്പെട്ട സ്വയം പ്രയത്നത്തിൽ നിന്ന് വളർന്നു വരാൻ ശ്രമിക്കുന്ന ഒരു ടീമിനെ സംശയത്തിന്റെ പേരിൽ ഒരു പശ്ചാത്താപം. എൻ്റെ കൂടെ നിൽക്കുന്ന ഈ രാധികയാണ് ആറ്റുവാശ്ശേരി സദ്യയുടെ ഉടമയും ഓൾ ഇൻ ഓളും. ഇവർക്ക് സംഭവിച്ച അപ്രതീക്ഷിതമായ ഒരു വീഴ്ച ഒരു ദിവസം ആറ്റുവാശ്ശേരി സദ്യയിൽ വിഷം കലർന്നു. ആ ഭക്ഷണം കഴിച്ച കുറെ പേര് ആശുപത്രിയിലായി. നമ്മളെല്ലാവരും ആ വാർത്ത കേട്ടതാണ്. നമ്മളെല്ലാവരും പുകഴ്ത്തി പറഞ്ഞ ആ ഭക്ഷണത്തെ നമ്മളെല്ലാവരും ചേർന്ന് തള്ളിപ്പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ഈ പാവപ്പെട്ടവരുടെ ഗതികേടിന്റെ കഥകളാണ്. അവർക്കുണ്ടായിരുന്ന ഓർഡറുകളെല്ലാം നഷ്ടപ്പെട്ടു. ആറ്റുവാശ്ശേരി സദ്യ എന്ന് കേട്ട ഒരുപക്ഷെ പേടിക്കുന്നവരെ അവസ്ഥ വരെ എത്തിക്കഴിഞ്ഞു. അതിൽ എൻ്റെ ഒരു വീഡിയോയും പങ്കാളിയാണ്. അധികം ചോദിച്ചതുപോലെ ഒരു കുറ്റം ചെയ്തു എന്ന് വിളിച്ച് പറയുന്നവർ നാളെ ആ കുറ്റം തിരുത്തുമോ? ഇല്ല എന്നാണ് തീരുമാനം. ഇത്തരം ഒരു തീരുമാനത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ യൂട്യൂബർമാരും ഈ തീരുമാനം അംഗീകരിച്ചിരിക്കുന്നു. ഇനി മുതൽ തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നു. എത്ര കാലം കഴിഞ്ഞ് പുറത്ത് വന്നാലും ശരി, നമ്മൾ സത്യത്തിന്റെ കൂടെയായിരിക്കും. അക്കാര്യത്തിൽ നോ ഡൗട്ട്. ആറ്റുവാശ്ശേരി സദ്യയ്ക്ക് വീഴ്ച വരുത്തിയ, ആറ്റുവാശ്ശേരി സദ്യയിലേക്ക് വിഷം കലർത്തിയ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഇവരാണ്. ചന്ദ്രശേഖരനെയും സാറയുടെയും ഫോട്ടോയും ഇട്ട് ചെയ്ത കുറ്റത്തിന് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ ഈ മനുഷ്യ മൃഗമാണ് ഈ നിൽക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണുനീരിന് കാരണം. ആറ്റുവാശ്ശേരി സദ്യയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം അതിനിയും തുടർന്നു ഉണ്ടാകണം. ഈ കുടുംബങ്ങൾക്ക് നിങ്ങൾ താങ്ങാകണം, തണലാകണം എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഷാജി സൂര്യ സൈനിങ് ഔട്ട്. ഷാജി സൂര്യ മോനെ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ വീഡിയോ കാണുന്ന ആരാണെന്നറിയാവോ? സാറ, ലോകത്തിലെ ഏറ്റവും ക്രൂരതയായ ഒരു സ്ത്രീ. അവളുടെ കയ്യിലാണ് വീഡിയോ. ആരാണ് കൂടെ നിൽക്കുന്നത്? ലോക ഫ്രോഡായ ചന്ദ്രശേഖരനും. അയ്യോ ഛേ എന്നൊക്കെ സാറ പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയാം, സാറേ ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല. റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടും സാറേ വെറുതെ വിടില്ല എന്നുള്ളൊരു സൂചനയാണിത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ചന്ദ്രശേഖർ. തുടങ്ങി വെച്ചത് രാധികയാണെങ്കിലും എന്നോടുള്ള പക മുന്നോട്ട് കൊണ്ടുപോകുന്നത് വരുണാണ്. അതുകൊണ്ട് തന്നെ വരുണിനുള്ള കുരുക്ക് ഞാൻ നേരത്തെ ഒരുക്കി കഴിഞ്ഞു. ഇനിയ രാധികയുടെ കാര്യമല്ലേ, അതും കൂടി ഞാൻ നോക്കിക്കോളാം. പിന്നെ നീ നോക്കും, ഞൊട്ടും. സാറേ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ചന്ദ്രശേഖർ, ഐ ആം സോറി. ചില കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാതെ എൻ്റെ മനസ്സിൽ വെക്കുന്നതാണ് എനിക്കിഷ്ടം. അതെൻ്റെ ഒരു വിശ്വാസമാണ്. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്താൽ അത് നടക്കാതെ പോകും എന്നുള്ളൊരു വിശ്വാസം. എന്താ ഇവൾ അങ്ങനെ പറഞ്ഞത്? ചന്ദ്രശേഖരൻ്റെ മുഖത്തൊരു മൗനം. പെട്ടെന്ന് സാറ, അയ്യേ ചന്ദ്രു പിണങ്ങരുത്. എൻ്റെ സ്വഭാവങ്ങൾ എന്നെ മനസ്സിലാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചന്ദ്രു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അതേടി സാറേ, നീ അവനെ വിഴുങ്ങാൻ നടക്കുവാണെന്ന് എന്നാണോ ഈ പൊട്ടൻ മനസ്സിലാക്കുന്നത്? സാറേ, എല്ലാ കാര്യം ഞാൻ സാറയ്ക്ക് വിട്ടിരിക്കുന്നു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ എനിക്കിതിൻ്റെ ഫലം കണ്ടിരിക്കണം. അതേടാ കുലദ്രോഹി, നിന്റെ ജ്യേഷ്ഠൻ്റെ മകനും മരുമകളുമാ. അവരെ കൊല്ലുന്നതിനാ നീ കൂട്ടുനിൽക്കുന്നു. സ്വന്തം അമ്മയെ കൊല്ലാൻ തുനിഞ്ഞവനല്ലേ, പിന്നാണോ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ മകനും മരുമകളും? സാറയുടെ പകരം വീട്ടിൽ പതറി നിൽക്കുന്ന വരുണിനെയും രാധികയും എനിക്ക് കാണണം. ഡൺ എന്നിങ്ങനെ സാറ. പിന്നെ പതറി നിൽക്കുന്ന നീ കാണാൻ പോവല്ലേ? നീ ഇവളുമല്ലേ അവരുടെ മുന്നിൽ എപ്പോഴും പതറി നിൽക്കുന്നത്? അങ്ങനെ നമ്മുടെ വരുൺ രാവിലെ കുളിച്ച് ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. വരുൺ അങ്ങനെ 3-4 തുമ്മലൊക്കെ തുമ്മുന്നു. രാധിക അടുത്തുണ്ട്, കുറച്ച് റൊമാൻസും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അവരുടെ റൊമാൻസും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പാവം വരുൺ ഓഫീസിലോട്ട് പോകും. ആ ഓഫീസിൽ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊന്നും നമ്മുടെ വരുണിന് അറിയില്ലല്ലോ. ഇനി എന്തൊക്കെ പ്രതികാരങ്ങളാണ് ആ സോന വരുണിനോട് കാണിക്കാൻ പോകുന്നത്? അവർ 3 പെണ്ണുങ്ങൾ ഒരുമിച്ചാണ്. സാറയും സാറയുടെ ചേച്ചിയും ഈ സോനയും ഒരേ കുടുംബത്തിൽ വന്ന 3 കുലദ്രോഹികളാണ്. ഇവളുമാർ 3 കൂടെ ചേർന്ന് എങ്ങനെയായിരിക്കും വരുണിനെയും രാധികയും തീർക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്യുന്നത്? അത് വല്ലത് സക്സസ് ആവോ? രാധിക വിളിക്കുന്ന കൃഷ്ണൻ ഇതൊക്കെ കാണാതിരിക്കുമോ? അന്യായമാണ് ആദ്യമൊക്കെ ജയിക്കുന്നത്, അത് കണ്ട് അഹങ്കരിക്കരുത്. എന്തായാലും അവസാനത്തെ വിജയം സത്യത്തിനും ന്യായത്തിനും മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ വരുണിനും രാധികയ്ക്കും തന്നെ ആയിരിക്കും അവസാനത്തെ വിജയം. സോന ആരാണെന്ന് വരുൺ തിരിച്ചറിയുമോ? അതിനുശേഷം വരുണിൻ്റെ തീരുമാനം എന്തായിരിക്കും എന്നൊക്കെയുള്ളത് കാണാനായിട്ട് നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.